പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. എന്നാൽ യേശുവിനെ ക്രൂശിക്കാൻ ആഗ്രഹിച്ച അവർ പീലാത്തോസിനെ യേശുവിനെ ക്രൂശിക്കാൻ നിർബന്ധിക്കുകയും ബറാബാസിനെ വിട്ടയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവസാനം അവരുടെ നിർബന്ധം വിജയിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ ആമാര തൂണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മോറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മോറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ
നിനക്കായി തകർന്നിടുന്നു. മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചുടുചോര തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. ചുടുചോര തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മകനേ മാന്യനായിടുവാൻ, മകളേ മകളേ നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നത് നിന്നെ ഉയർത്തുവാനല്ലയോ. മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. കള്ളന്മാർ നടുവിൽ കിടന്നത് നിന്നെ ഉയർത്തുവാനല്ലയോ. മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. മകനേ മാന്യനായിടുവാൻ, മകളേ മകളേ നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു.
മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ
ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പുനീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റു. വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. ഇത് സ്നേഹത്തിന്റെ ഓർമ്മ പെരുന്നാളാണ്. നമ്മുടെ കർത്താവ് കുരിശിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവൻ ബലി കഴിച്ചതിന്റെ സ്നേഹമായി യാഗമായി തീർന്നതിന്റെ ഓർമ്മ ദിനം. അതുകൊണ്ടാണ് യേശുവിന്റെ പാടുപീഡകളെ ഓർത്ത് ജീവിതത്തിൽ നമുക്ക് വേദനയുണ്ടെങ്കിലും ഗുഡ് ഫ്രൈഡേ ഇത് നല്ല വെള്ളിയാകുന്നതിന് കാരണം അടയ്ക്കപ്പെട്ട പറുദീസയുടെ കവാടം എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് കുരിശിലെ ബലിയിലൂടെ തുറന്നു തന്നു എന്നതുകൊണ്ട് ജീവിതത്തിൽ കുരിശുകൾ കരങ്ങളിലേന്തിയപ്പോൾ നാം ഏറ്റെടുത്ത അറിയാതെ മനസ്സിൽ പറയുന്ന ഒത്തിരി നിയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കുരിശുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനാപൂർവം നമ്മൾ ഈ വഴിയിൽ യാത്ര ചെയ്തു വന്നത്. അഭിമാനത്തോടുകൂടെ ക്രൂശിതനായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്ന് സ്നേഹപൂർവം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഈ കുരിശിന്റെ വിശുദ്ധ അഗസ്തീനോസ് പറയും, അവൻ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചത് പാപിയായ എന്നെ ആശ്ലേഷിക്കാനാണ്. അവൻ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചത് പാപികളായ, ബലഹീനരായ, വേദനയുള്ള, കുറവുകളുള്ള നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ വേണ്ടിയാണ്. അവൻ കുരിശിൽ ശിരസ് നമിച്ചത് പാപികളായ നമ്മെ ചുംബിക്കാൻ വേണ്ടിയാണ്. അവന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത് പാപികളായ, ബലഹീനരായ നമുക്ക് ഓരോരുത്തർക്കും അവന്റെ ഹൃദയത്തിൽ ഇടം നൽകാൻ വേണ്ടിയാണ്. ഈ പരിമിതികളുടെ നടുവിലും ക്രൂശിതനായ കർത്താവിനെ അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥനാപൂർവം നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഏറ്റുപറയാൻ പോരുന്ന ആർജവത്വമുള്ള, ധീരതയുള്ള നല്ലൊരു ക്രിസ്ത്യാനിയെയാണ് ഇന്ന് ഈ കുരിശിന്റെ വഴിയിലൂടെ നാം മുമ്പോട്ട് നീങ്ങുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളിലെ 5 വ്യക്തികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ തിരുമുൻപിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, കുറവുകളോടും പോരായ്മകളോടും കൂടെ. ഈശോയെ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ, കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഈശോയെ നിന്റെ വിലത്തി
തീരാരക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. പിതാവിന്റെ സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടി ഒരു പരിഹാര ബലിയെ ഗൗരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. കൂപ്പി ശിരസ് നമിച്ച് ക്രൂശിതനായ കർത്താവിന്റെ കൃപകൾ ഒഴുകുന്ന ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ യേശുവിന്റെ കുരിശാണ് എനിക്ക് സഹായം. ഈ കുരിശിന്റെ അരികിലിരിക്കുമ്പോൾ ജീവിത ക്ലേശങ്ങളെ അനുഗ്രഹമാക്കാൻ പ്രത്യാശയോടെ നോക്കിക്കാണാൻ ക്രൂശിതൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയെ നിങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞു. പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു സന്തോഷപൂർവ്വം നേരത്തെ ഇവിടേക്ക് എത്തിച്ചേർന്നു. അനുഭവിച്ചതിന് നമ്മുടെ ഇടവക കുടുംബത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പുനഃപരമായി നമുക്ക് ഇവിടെ സ്കിറ്റ് അവതരിപ്പിച്ച നമ്മുടെ KCYM അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമുക്ക് ദാഹജലം ഇവിടെ ക്രമീകരിച്ചത് കാൽവരി കുടുംബ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ്. ഈ പരിസരമൊക്കെ വളരെ മനോഹരമാക്കിയവർ ഇതിനുവേണ്ടിയുള്ള ഈ ദിവസങ്ങളിലെ അവരുടെ അധ്വാനം നല്ല ഫലമണിയിച്ചു. കാൽവരി യൂണിറ്റ് അംഗങ്ങൾക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ പരിഹാര പ്രദർശനത്തിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് പരിഹാര പ്രദർശനമാണ് എന്നറിയാം, എങ്കിലും നമ്മൾ അതിലേക്കുള്ളവർ പള്ളിയിലേക്ക് ഒരു വാഹനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്, ഒരു ട്രാവലർ. അത് നമ്മളെ കപ്പേളയുടെ